സ്നേഹമാണ് ഏറ്റവും പ്രധാനം. ഈ മൊബൈൽ ഫോണൊക്കെ കുത്തി നോക്കിയിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവര് രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാനുള്ള സമയം പോലും തരുന്നില്ല, തല അതിൽ നിന്ന് ഉയർത്തുന്നില്ല. ആദ്യം ഫോൺ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം, പിന്നെ കമ്പ്യൂട്ടർ, അതൊക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങളെ നല്ലത് പറഞ്ഞ് പഠിപ്പിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാനും എല്ലാവരെയും ശരിക്കും നമസ്കരിക്കാൻ തന്നെ പഠിപ്പിക്കണം. അല്ലാതെ ആരെയും ബഹുമാനിക്കുകയല്ല. കുട്ടികൾക്ക് പ്രായം ചെന്നവരെ ഒന്നും ഒരു വിലയില്ല. ന്യൂക്ലിയർ ഫാമിലിയുടെ കുറ്റമാണിതല്ല. അമ്മയ്ക്കും അച്ഛനും നോക്കാൻ സമയമില്ല. പിന്നെ വല്ലവരെ ഏൽപ്പിച്ചേച്ചു പോകാൻ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ശരിക്കുള്ള ഗുണദോഷങ്ങൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം എന്നാണ് ടീച്ചർ പറയുന്നത്. ഏത് പാഠത്തിനും ഉണ്ടായിരുന്ന ഒരു ഗുണപാഠം, ആ ഗുണപാഠം ഇന്ന് ക്ലാസ്സിലില്ല. ഈ വിദ്യാഭ്യാസം ശരിയല്ല. ഈ വിദ്യാഭ്യാസം ഇങ്ങനെ മുന്നോട്ട് പോയാൽ നാട് നശിക്കുകയേ ഉള്ളൂ. ഈ ഇൻ്റർവ്യൂ പിന്നെ പരീക്ഷയൊക്കെ വരുമ്പോൾ മാത്രം നീറ്റ് പരീക്ഷ പോലെയും കാറ്റോ എന്തൊക്കെയാ ഇപ്പോഴത്തെ പുതിയ പരീക്ഷകൾ വന്നതോടുകൂടി ആ പരീക്ഷയ്ക്ക് പോയി കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ച് കോപ്പി അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. പണ്ട് കോപ്പി അടിക്കുന്നവർക്കും ഉണ്ടായിരുന്നു 3 കൊല്ലം D-bar. ഇന്ന് കൊലയോ ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല. എല്ലാവർക്കും അറിയാം കോടതി വെറുതെ വിടുന്നു. പക്ഷേ കോടതി ഞാൻ പറഞ്ഞ കേട്ടു, അതിന് യാതൊരു സംശയമില്ല. പിറ്റേ ദിവസം തന്നെ ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ കേട്ടിട്ട് അവർ പ്രതികരിച്ചു. ചൂരവടി എടുക്കാൻ പറഞ്ഞത് എൻ്റെ ഒറ്റ ഒരുത്തിയുടെ പ്രതികരണം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.